കോഴിക്കോട് വടകരയിൽ അധ്യാപികമാർ ഉൾപ്പെട്ട MDMA ഇടപാടിന് പിന്നിൽ വൻ മയക്കുമരുന്ന് മാഫിയയെന്ന് സൂചന. കേസിൽ കോഴിക്കോട് റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വരാൻ സാധ്യതയേറുന്നു. അതേസമയം കേസിൽ അറസ്റ്റിലായ 2 അധ്യാപകരെയും വിദ്യാഭ്യാസ വകുപ്പ് സർവീസിൽ നിന്നും പുറത്താക്കി. വിവരങ്ങളുമായി ശരണ്യ ചേരുന്നുണ്ട്. ജില്ലയ്ക്കകത്തും പുറത്തും സംഘത്തിന് കണ്ണികളുള്ളതിനാൽ വിശാലമായ അന്വേഷണം തന്നെ വേണമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. MDMA ഉപയോഗിക്കുന്നവരെ തന്നെ വിൽപ്പനക്കാരാക്കി മാറ്റുന്ന വലിയൊരു മാഫിയ ഇതിനു പിന്നിലുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. സൈബർ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ തട്ടിപ്പ് നടത്തിയ പണം കൈമാറാൻ കമ്മീഷൻ വ്യവസ്ഥയിൽ ബാങ്ക് അക്കൌണ്ട് എടുത്തു നൽകുന്ന രീതിയുണ്ട്. ഇതേ രീതി MDMA ഇടപാടുകളിലും പരീക്ഷിക്കുന്നതായി ഈ സംഭവം തെളിയിക്കുന്നുണ്ട്. നല്ല വിദ്യാഭ്യാസവും സമൂഹത്തിൽ വിലയും നിലയുമുള്ള അധ്യാപികമാരെ വരെ ഈ കെണിയിൽ കുടുക്കിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരും ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. MDMA ഇടപാടുകളുടെ പണം അക്കൌണ്ട് വഴി സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് വടകര പോലീസ് അറസ്റ്റ് ചെയ്ത പേരാമ്പ്ര BRCയിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപികയായിരുന്ന മരുതോങ്കര സ്വദേശിനി കീർത്തന, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കൂരാച്ചുണ്ട് സ്വദേശിനി കാവ്യ എന്നിവരുടെ അക്കൌണ്ട് വിവരങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ച് വരികയാണ്. ഒപ്പം തന്നെ കീർത്തനിയെയും കാവ്യയെയും ഒന്നിച്ച് ചോദ്യം ചെയ്യാൻ പോലീസ് അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങും. രണ്ടുപേരും ഇപ്പോൾ റിമാൻഡിലാണുള്ളത്. ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. കോഴിക്കോട് നിന്ന് ശരണ്യാണ് വിവരങ്ങൾ നൽകിയത്.